ശബരിമല സന്നിധാനത്തേക്ക് എം.ആർ. അജിത് കുമാർ നടത്തിയ ട്രാക്ടർ യാത്രയിൽ ഹൈക്കോടതിയുടെ വിമർശനം. വകതിരിവില്ലെന്ന് വിമർശിച്ച് റവന്യൂ മന്ത്രിയും രംഗത്ത്. CCTV ദൃശ്യങ്ങൾ ലഭ്യമല്ലെന്ന് പോലീസ് പറഞ്ഞാൽ ഗുരുതര സുരക്ഷാ വീഴ്ചയാകും. പമ്പ പോലീസ് കേസെടുത്തത് ട്രാക്ടർ ഓടിച്ച പോലീസ് ഡ്രൈവർക്കെതിരെ. അജിത് കുമാറിന് വീണ്ടും ഉന്നതതല സംരക്ഷണമെന്ന് വിമർശനം. തൃശൂർ പൂരം വെടിക്കെട്ട് വിവാദവും സുരേഷ് ഗോപിയുടെ വിജയവും സംബന്ധിച്ച് വാർത്തകളിൽ നിറഞ്ഞുനിന്ന ADGP എം.ആർ. അജിത് കുമാറിന് വിവാദമൊഴിഞ്ഞ നേരമില്ല. നവഗ്രഹ പ്രതിഷ്ഠാ പൂജയ്ക്കായി നട തുറന്നപ്പോൾ ശബരിമല ദർശനം നടത്തിയ ADGP പമ്പയിൽ നിന്ന് സന്നിധാനത്തേക്ക് ട്രാക്ടർ യാത്ര നടത്തിയത് ഗുരുതരമായ ചട്ടലംഘനമായി. ADGP എം.ആർ. അജിത് കുമാറിന്റെ വിവാദ ശബരിമല ട്രാക്ടർ യാത്രയെ ഹൈക്കോടതി രൂക്ഷമായിട്ടാണ് വിമർശിച്ചത്. ശബരിമല സ്പെഷ്യൽ കമ്മീഷണറുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലുള്ള ഹർജി പരിഗണിക്കവെയാണ് ഹൈക്കോടതിയുടെ വിമർശനം. ADGPയുടെ ട്രാക്ടർ യാത്ര നിർഭാഗ്യകരമെന്നും മനഃപൂർവ്വമെന്നും ഹൈക്കോടതി പറഞ്ഞു. സ്വാമി അയ്യപ്പൻ റോഡ് വഴി ആരും യാത്ര ചെയ്യരുതെന്നും അത് നിയമവിരുദ്ധമാണെന്നുമാണ് ഹൈക്കോടതി വ്യക്തമാക്കിയത്. റവന്യൂ മന്ത്രി കെ രാജനും ADGP എം.ആർ. അജിത് കുമാറിനെ രൂക്ഷമായിട്ടാണ് വിമർശിച്ചത്. വകതിരിവ് എന്നൊരു വാക്ക് മലയാളത്തിലുണ്ട്. ഇത് ട്യൂഷൻ ക്ലാസ്സിലോ യൂണിവേഴ്സിറ്റിയിലോ പോയാൽ കിട്ടില്ല. അവനവൻ തന്നെ ഉണ്ടാക്കിയെടുക്കേണ്ട ശീലമാണെന്നുമായിരുന്നു മന്ത്രിയുടെ വിമർശനം. ഏത് വിവാദത്തിൽ ഉൾപ്പെട്ടാലും മുഖ്യമന്ത്രിയുടെ സംരക്ഷണ വലയം എം.ആർ. അജിത് കുമാറിന് ലഭിക്കുന്നുവെന്ന അടക്കം പറച്ചിൽ LDF-ലുണ്ട്. സംസ്ഥാനത്തെ പോലീസ് മേധാവിയായി എം.ആർ. അജിത് കുമാറിനെ നിയോഗിക്കാനുള്ള നീക്കത്തെ CPI നഖശികാന്തം എതിർത്തിരുന്നു. പൂരം കലക്കൽ വിഷയത്തിൽ അജിത് കുമാറിന്റെ പങ്ക് പരസ്യമായി വിളിച്ചു പറയാൻ CPI നേതാക്കളും മന്ത്രിസഭാംഗങ്ങളും മടി കാണിച്ചിരുന്നില്ല. ഇപ്പോൾ റവന്യൂ മന്ത്രി കെ രാജൻ നടത്തിയ വിമർശനവും അതിന്റെ ബാക്കിയാണ്. 2021-ലാണ് ട്രാക്ടർ യാത്രയിൽ ഹൈക്കോടതി ഉത്തരവ് പുറപ്പെടുവിച്ചത്. ഏതൊക്കെ ചരക്കുകൾ ഏതൊക്കെ സമയങ്ങളിൽ സ്വാമി അയ്യപ്പൻ റോഡ് വഴി കടത്താമെന്ന് ഉത്തരവ് പുറപ്പെടുവിച്ചിരുന്നു. ട്രാക്ടറിൽ ഡ്രൈവറല്ലാതെ മറ്റാരും പോകരുതെന്നും ഉത്തരവുണ്ടായിരുന്നു. ഒരു ഘട്ടത്തിലും ട്രാക്ടർ വഴി യാത്ര ചെയ്യരുതെന്നും ഉത്തരവുണ്ട്. എന്നാൽ ഇവ ലംഘിച്ചാണ് ADGP യാത്ര നടത്തിയിരിക്കുന്നത്. സംഭവത്തിൽ ശബരിമല കമ്മീഷനോടും ദേവസ്വം ബോർഡിനോടും ഹൈക്കോടതി വിശദീകരണം തേടിയിട്ടുണ്ട്. അതേസമയം യാത്രയിൽ കേസെടുത്തതായി സർക്കാർ ഹൈക്കോടതിയെ അറിയിച്ചു. എന്നാൽ രസകരമായ വസ്തുത, ചട്ടം ലംഘിച്ച ട്രാക്ടർ യാത്രയിൽ കേസെടുത്തത് ഓടിച്ച പോലീസ് ഡ്രൈവർക്കെതിരെയാണ്. സംസ്ഥാന പോലീസ് മേധാവിയുടെ പേരിലുള്ള ട്രാക്ടറാണ് ഓടിച്ചത്. പമ്പ പോലീസ് കേസെടുത്തപ്പോഴും ADGP എം.ആർ. അജിത് കുമാർ സംരക്ഷിക്കപ്പെട്ടു എന്ന വിമർശനം ഉയർന്നു കഴിഞ്ഞു. ശനിയാഴ്ച വൈകിട്ടാണ് ADGP പോലീസിന്റെ ട്രാക്ടറിൽ സന്നിധാനത്തേക്ക് പോയത്. ദർശനം കഴിഞ്ഞ് ഞായറാഴ്ച ട്രാക്ടറിൽ തന്നെ മടങ്ങി. സ്വാമി അയ്യപ്പൻ റോഡിൽ CCTV ക്യാമറ നിരീക്ഷണമില്ലാത്ത ഭാഗത്ത് നിന്ന് ട്രാക്ടറിൽ കയറി. സന്നിധാനത്ത് വലിയ നടപ്പന്തലിന് സമീപം ചെരുപ്പുകൾ വിൽക്കുന്ന കടകൾക്ക് സമീപമാണ് വന്നിറങ്ങിയത്. തിരിച്ചുള്ള യാത്രയിലും ഇതേ രീതി അവലംബിച്ചു. കേരള പോലീസിലെ ഏറ്റവും മുതിർന്ന ADGP ാണ് അജിത് കുമാർ. അടുത്തൊഴിവിൽ DGP ആകേണ്ട വ്യക്തി. അതുകൊണ്ട് തന്നെ ഹൈക്കോടതി നടപടികൾ ഏറെ നിർണായകമാകും. നവഗ്രഹ പ്രതിഷ്ഠയോടനുബന്ധിച്ച് ശബരിമല നട തുറന്നിരുന്നു. ഈ സമയത്താണ് എം.ആർ. അജിത് കുമാർ ശബരിമല ദർശനത്തിനെത്തിയത്. ഇത് സംബന്ധിച്ച് ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് സ്പെഷ്യൽ കമ്മീഷണർ R. ജയകൃഷ്ണൻ റിപ്പോർട്ട് നൽകിയത്. ADGP ട്രാക്ടറിൽ സഞ്ചരിച്ച സ്വാമി അയ്യപ്പൻ പാതയിൽ ഇടവിട്ട് ക്യാമറകൾ സ്ഥാപിച്ചിട്ടുണ്ട്. അതിനാൽ ക്യാമറകൾ പരിശോധിക്കേണ്ടി വരും. ഇവിടങ്ങളിൽ ക്യാമറ പ്രവർത്തിച്ചിരുന്നില്ലെങ്കിൽ അത് വൻ സുരക്ഷാ പാളിച്ചയിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. പണം വാങ്ങി ട്രാക്ടറിൽ ആൾക്കാരെ കൊണ്ടുപോകുന്നതായുള്ള ഡോളി തൊഴിലാളികളുടെ റിട്ട് ഹർജിയിലാണ് ട്രാക്ടറിൽ യാത്രക്കാരെ കയറ്റുന്നത് തടഞ്ഞുകൊണ്ട് 2021-ൽ ഹൈക്കോടതി വിധി പുറപ്പെടുവിച്ചത്. പമ്പ സന്നിധാനം പാതയിൽ ചരക്ക് നീക്കത്തിന് മാത്രമേ ട്രാക്ടർ ഉപയോഗിക്കാവൂ എന്നും ഡ്രൈവർ അല്ലാതെ മറ്റൊരാളും അതിൽ യാത്ര പോകാൻ പാടില്ലെന്നുമാണ് വിധി.